ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് വാൾപേപ്പറാണ് ഗൈസ്. അപ്പോൾ വാൾപേപ്പർ ഞാൻ മുന്നേ കുറച്ച് വാൾപേപ്പേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാട്ടോ ആ വാൾപേപ്പേഴ്സ്. അപ്പം നമുക്കിതാ ഇങ്ങനത്തെ വാൾപേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മളിതൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ സൈസുള്ള A4 ഷീറ്റ് വേണം, അല്ലെങ്കിൽ പേജായാലും മതി. എന്നിട്ട് നമുക്ക് ഈ A4 ഷീറ്റിന് എന്ത് ചെയ്യാം, മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ നമുക്ക് ഈ A4 ഷീറ്റിനെ ഒന്ന് മുറിച്ചെടുക്കാം. തലങ്ങും വിലങ്ങനെയാക്കി മുറിച്ചെടുക്കാം. എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. വേസ്റ്റ് വീണുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അതിനൊക്കെ കുറച്ച് പണിയാണ് ഗൈസ്, മെനക്കെടാനുണ്ട്. ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു 4 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2 എണ്ണം അങ്ങോട്ട് മാറ്റിയേക്കാം. ബാക്കി 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 എണ്ണം ഒന്ന് മുറിച്ചെടുക്കാം. എനിക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അത്ര ആക്കിയെടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത്ര വലുപ്പമാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എത്ര കിട്ടി? നമുക്ക് ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഡിസൈനാണോ വരുന്നത് അത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്കുന്ന ഡിസൈനാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ഡിസൈനാണ്. അത് ഞാനെങ്കിൽ ചെയ്തെടുക്കാൻ പോക്കണം. അത് ഞാൻ എന്താ പറയുക, ഹൈലൈറ്റർ വെച്ചാട്ടോ അത് ചെയ്തെടുക്കാൻ പോണത്. ഹൈലൈറ്റർ വെച്ചാണ് ചെയ്തെടുക്കാൻ പോണത്. ഓക്കെ, ഹൈലൈറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട, ഇഷ്ടമുള്ള എടുത്താൽ മതി. നമുക്ക് വരയ്ക്കാൻ വേണ്ടി സ്കെയിലെടുക്കാം. ഇതേ ഡിസൈനും ഇത് വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മളിതാ വരച്ചെടുക്കാൻ പോക്കാം. ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ ചില തെറ്റുകളൊക്കെ എനിക്ക് പറ്റും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് വരച്ചെടുത്ത ശേഷം ഈ ഔട്ട്ലൈനിൽ കളർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ തന്നെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗേസ് നമ്മളിതാ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഏത് ഡിസൈനാണോ ആദ്യം വരുന്നത് അതങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു ഡിസൈനാണ്. നിങ്ങളായിരിക്കും ഹൈലൈറ്റർ മാത്രം വെച്ചാണോ ചെയ്യുന്നത്? അല്ല കേട്ടോ, ഹൈലൈറ്റർ ഇല്ലാണ്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം ഗൈസ്. ഞാൻ ചെയ്യുന്നത് നോക്കണ്ട, കാരണം അത് എന്താ പറയുക, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്.
ഇതാ അങ്ങനെ ഇതാ ഈ ഒരു ഡിസൈൻ ആ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിൻ്റെ മുകളിൽ ഹെഡിങ് എല്ലാം കൊടുക്കണ്ടേ, ഹെഡിങ് എല്ലാം കൊടുത്ത് കൂട്ടപ്പനാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്കെച്ച് എടുത്തിട്ട് ഹെഡിങ് കൊടുക്കാം. ഫ്ലവർ അപ്പോൾ ഇതാ നമ്മുടെ ഒന്നങ്ങനെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതാ ഇതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. കണ്ട, ഇതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും ചെയ്യാം. അടുത്തതും നമുക്ക് ഇതിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ വിചാരിക്കേണ്ടത് സ്റ്റിക്കർ മോഡൽ ചെയ്താലോ എന്നാ. അപ്പോൾ സ്റ്റിക്കർ മോഡലാകുമ്പോൾ എന്താ പറയുക, നല്ലതല്ലേ. സ്റ്റിക്കർ മോഡൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കർ എടുക്കലാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റിക്കർ വേണമെങ്കിൽ എടുക്കാം, ഏത് മോഡൽ സ്റ്റിക്കറും എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കവായി സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. കവായി സ്റ്റിക്കർ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്കിത് ആദ്യം ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. ഔട്ട്ലൈൻ വരക്കാണ്ട് രസം ഉണ്ടാവില്ല ഗൈസ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പിങ്ക് കളറിലാണ് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഔട്ട്ലൈന് പിങ്ക് കളറിൽ വരച്ചെടുക്കാം. നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാം ഗൈസ്. വളഞ്ഞും തിരിഞ്ഞും എല്ലാം പോവും. അതൊന്നും ആരും കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതാരും എന്താ പറയുക, അതിനെ ചൊല്ലി ആരും അയ്യോ വളഞ്ഞു പോയല്ലോ അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഒന്ന് എന്താ പറയുക ഔട്ട്ലൈനിൽ നിന്ന് കളറടിച്ച് കൊടുക്കാം. നമുക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട് ഗൈസ്, ആദ്യമായിട്ടാണോ എന്ന് അറിയില്ല, കുറേ മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റുന്നുണ്ട്. എല്ലാവരും അത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗെയിമിൽ ഏത് സ്റ്റിക്കറാണുള്ളത് അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഇപ്പോൾ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ രണ്ട് ഭാഗത്താണ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. എന്തെങ്കിലും എന്താ പറയുക എഴുതി കൊടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. അപ്പോൾ ഞാനിതൊരു റെഡ് ലിങ്ക് വെച്ചിട്ട് എഴുതി കൊടുക്കലാണ്. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ ഇതായിട്ടുണ്ട്. ക്യൂട്ട് ലിറ്റിൽ ഗേൾസ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഈ രണ്ടെണ്ണം മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ഒത്തിരി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണം ആട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാൾപേപ്പറിൽ വാളിലൊക്കെ ഒട്ടിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.